വെൽക്കം ടു രൂപാസ് കിച്ചൻ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ബജ്ജി മുളകുണ്ട്. ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ബജ്ജിയാണ് ഉണ്ടാക്കുന്നത്. ഈ ബജ്ജി മുളക് വന്നിട്ട് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ. അതിന് കുറേ ഗുണങ്ങളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഫുഡിൽ അത് ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ബജ്ജി തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ 2 ബജ്ജി മുളക് എടുത്തിട്ടുണ്ട്. കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇതിൻ്റെ എല്ലാ അളവ് കൂട്ടിക്കൊണ്ടാൽ മതി, ഞാൻ പറയുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ കേട്ടോ. ഇപ്പോൾ 2 മുളക് എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് തുടച്ചിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്യാനായിട്ട്. ചെറുതായിട്ട് കട്ട് ചെയ്യണം. ഇപ്പോൾ കണ്ടോ, ഞാൻ വാഷ് ചെയ്ത് തുടച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് പൊടിയായിട്ട് കട്ട് ചെയ്യാം. 4ആയിട്ട് കീറിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ വിത്തൊന്നും മാറ്റേണ്ട ആവശ്യമില്ല, എന്നുവെച്ചാൽ അതിന് എരിവ് കാണത്തില്ല. ഇതുപോലെ പൊടിയായിട്ട് എല്ലാം ഞാൻ കട്ട് ചെയ്തേക്കാം. കണ്ടോ, ഞാൻ എല്ലാം ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു ബൗൾ എടുക്കുന്നു. അതിൽ വന്നിട്ട് ഒരു 3/4 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുന്നു. ഇനി അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് അരിമാവ്. സാധാരണ നമ്മൾ ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കാനായിട്ട് മാവ് വാങ്ങിക്കുമല്ലോ, അതുപോലത്തെ അരിപ്പൊടി അതിട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഇതിൽ 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് കായപ്പൊടി അത്യാവശ്യമാണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി. പിന്നെ വന്നിട്ട് ഉപ്പുപൊടി കുറച്ചിടാം, പിന്നെ വേണമെന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തേക്കാം, പൊടികളെല്ലാം. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും കേട്ടോ ഈ സ്നാക്സ്. ഒരു 10 മിനിറ്റ് മാത്രം മതി നമുക്കിത് ചെയ്യാനായിട്ട്. അത്രയും പോലും ആവശ്യമില്ലെന്ന് പറയാം. അപ്പം ഞാനിപ്പോൾ അതിൽ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന, അതായത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബജ്ജി മുളക് ഇട്ട് കൊടുക്കുന്നു. അതിൻ്റെ കൂടെ ഞാൻ ഒരു സവാള പൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, മീഡിയം സൈസ് സവാള കേട്ടോ, അതും കൂടെ ഇട്ട് കൊടുക്കുന്നു. കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, ഇതെല്ലാം നമുക്ക് അതിൻ്റെ കൂടെ ചേർത്തേക്കാം. അപ്പോൾ അതെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം. നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളിത് കുഴച്ചെടുക്കണം. തീരെ ടൈറ്റായിട്ടും വേണ്ട, തീരെ ലൂസായിട്ടും വേണ്ട, അങ്ങനെ ഒരു പരുവത്തിന് കുഴച്ചെടുക്കണം. ഞാൻ കുറച്ചായിട്ട് വെള്ളം ചേർക്കും.